ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കോറൽ ഡ്രോയിലുള്ളതാണ്. ക്രോക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിലൊക്കെ വരുന്നത് തന്നെയാണ്. ഇതൊരു സബ് ഉണ്ട്, അപ്പം ഞാനത് വേറെ തന്നെ എടുത്തിരിക്കുകയാണ്. കോറൽ ഡ്രോ ടൂൾസ് ഫോർ മേക്കിംഗ് ക്രോക്കി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ബേസിക് ഷേപ്സ് ഒക്കെ വരയ്ക്കാൻ നമ്മൾ റെക്റ്റാങ്കിൾ, എലിപ്സ്, പോളിഗൺ അങ്ങനത്തെ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ വരയ്ക്കുന്നത് ക്രോക്കിയുടേത്. പിന്നെ നമ്മൾ പിക് ടൂള് ഫസ്റ്റ് നിങ്ങൾ നോക്കിയപ്പം ഒരു ആരോ മാർക്ക് പോലെ ഇരിക്കുന്നത് നമ്മുടെ കേഴ്സറിൻ്റെ ആ ഒരു ഇതുപോലത്തെ ഒരു ടൂളുണ്ട്, പിക് ടൂൾ എന്നാണ് പറയാം. അപ്പോൾ ഏത് ടൂൾ, അതായത് നമ്മുടെ ഏത് ഷേപ്പാണോ സെലക്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിക് ടൂൾ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ടൂളുകൾ പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻറ്റ് പാർട്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പം ഹെഡ് വരയ്ക്കുമല്ലോ, എലിപ്സ് അതോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ വരച്ചു. പിന്നെ നമ്മൾ വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസൊക്കെ വരയ്ക്കും. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് പാർട്ടായിട്ടാണല്ലോ. അപ്പോൾ അതിനെയൊക്കെ ജോയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ വെൽഡിങ് ചെയ്യാമെന്നറിയാമല്ലോ, എന്താണ് വെൽഡ് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെൽഡ് ടൂള്, ട്രിം ടൂള്. ചില ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും, ട്രിം ചെയ്യേണ്ടി വരും. പിന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യാം, രണ്ട് പാർട്ട് ഒരുമിച്ച് ചേർത്തിട്ട് ഇൻ്റർസെക്ഷൻ ടൂൾ. അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ടൂളുകളാണ്, ഡിഫറെൻറ്റ് പാർട്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് എങ്ങനെ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്ന് ചോദിച്ചിട്ട് ചിലപ്പം ഇങ്ങനത്തെ ടൂൾ പേരും എലിപ്സ്, റെക്റ്റാങ്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം വെൽഡ്, ട്രിം, ഇൻ്റർസെക്റ്റ് ടൂളാണ് നമ്മൾ ഡിഫറെൻറ്റ് പാർട്സുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് എന്താ വരയ്ക്കുന്ന ബ്ലോക്ക് ഫിഗർ വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വേണ്ടത് ഈ ടൈപ്പ് ടൂളുകളാണ്. അറിയാമല്ലോ, ബ്ലോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റിഫായിട്ടുള്ളൊരു ഫിഗറാണ്, അതിന് ഫ്ലഷ് ചെയ്യുന്നില്ല, അവിടെ ബ്ലോക്ക് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. പിന്നെ ഫ്ലഷ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ഷേപ്പ് ചെയ്യാനുള്ള കുറേ ടൂളുണ്ട്. ഷേപ്പ് ടൂള്, അതിൽ നോഡ് ടൂളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പോസുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കാരണം നമ്മളിപ്പം സ്റ്റിഫായിട്ടുള്ളതിന് നമ്മൾ ആ ഫ്ലഷ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു വരുന്നെങ്കിൽ നമ്മൾ ഷേപ്പ് ടൂൾ തന്നെ യൂസ് ചെയ്യണം. അതിൽ നോഡ് ടൂളാണ് നമ്മൾ ഡിഫറെൻറ്റ് പോസസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഫ്രീ ഹാൻഡ് ടൂളും ബേസിക് ടൂളും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇത് ബേസിക് ഔട്ട്ലൈൻ വരയ്ക്കാനാണ്, ഗാർമെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ ബേസിക് ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂളുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിപ്പം വരച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിന് വേറെ കളറൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ, സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ കളർ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഔട്ട്ലൈൻ ഫിൽ ടൂൾ ഉണ്ട്, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, കളേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഫിഗേഴ്സ് നമ്മളിപ്പോൾ നിങ്ങൾ വരച്ച സ്കെച്ച് ഉണ്ടല്ലോ ചാർട്ടിൽ വരയ്ക്കുന്നത്, അതിനും ശരിക്കും സ്കിന്നൊക്കെ നിങ്ങൾ വൈറ്റ് ആയിട്ട് ഉണ്ടാകും. ഇപ്പോൾ വൈറ്റ് പേപ്പറാണ് ചാർട്ടിൽ വരച്ചിരിക്കുന്നത്, വൈറ്റ് കളറല്ല. ശരിക്കും അത് നിങ്ങൾ ആ സ്കിൻ ടോൺ വാങ്ങിയിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. അവിടെ സ്കിൻ കളർ വാങ്ങിക്കാൻ കിട്ടും സ്കിൻ ടോൺ. അപ്പോൾ ഇതിലേതാ ഷേപ്പിംഗ് എന്നുള്ള ഈ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ കുറേ ഉണ്ട്, വെൽഡ്, ട്രിം, ഇൻ്റർസെക്റ്റ്. ഇതിൽ വേണ്ടത് നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലായിരുന്നു നേരത്തെ, വെൽഡ്, ട്രിം, ഇൻ്റർസെക്റ്റ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് കുറേ ഗൈഡ് ലൈൻസ് വരയ്ക്കേണ്ടി വരും അല്ലേ, വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ടും, അതായത് ലെങ്ത് വൈസും വിഡ്ത്ത് വൈസും ഒക്കെ ഓരോ ഗൈഡ് ലൈൻസ് വരയ്ക്കേണ്ടി വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നെക്കിനും ഫേസും ഒക്കെ വരയ്ക്കുമ്പോൾ എന്താണ് എലിപ്സ് ടൂൾ ഉപയോഗിക്കണം. അതൊരു കേർവ് ആക്കിയിട്ടൊക്കെ കൊണ്ടുവരണമല്ലോ. അപ്പം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആദ്യം ലെങ്ത് വൈസും വിഡ്ത്ത് വൈസുള്ള ഗൈഡ് ലൈൻസ് വരച്ചതിന് ശേഷമാണ് നമ്മൾ നെക്കിൻ്റെയും ഫേസിൻ്റെയും ഒക്കെ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഷേപ്പ് ടൂള്, ക്രോക്കി ഷേപ്പ് ടൂൾ എന്തിനാണ്, ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഫ്ലഷിങ് എന്നിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ഗൈഡ് ലൈൻസ് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഗൈഡ് ലൈൻസ് ഒക്കെ വരച്ചതിന് ശേഷമാണ് നമ്മൾ അവസാനമാണ് ഫ്ലഷിങ് ഒക്കെ ചെയ്തിട്ട് ക്രോക്കി വരയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്, ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പം ക്രോക്കിയിൽ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫൗണ്ടൻ ഫില്ല്, എന്തിനാ സ്കിൻ കളറാണെങ്കിൽ അല്ലെങ്കിൽ ബോഡിയുടെ കളർ വേറെ അതിന്
ഫേസിനൊക്കെ വേണമല്ലോ കളേഴ്സ് കൊടുക്കണം, ഹെയറിന് വേറെ കളർ കൊടുക്കണം. അതൊക്കെ നമ്മൾ ആദ്യമേ തീരുമാനിക്കണം ഏത് കളറാണ്, ഏത് കളർ വാല്യൂ ഇതിലാണ് എടുക്കുന്നത് കളർ എന്നൊക്കെ നമ്മൾ ആദ്യമേ തീരുമാനിച്ചതിന് ശേഷം ചിലപ്പം ബ്ലോണ്ട് ഹെയർ ആയിരിക്കും, ഹെയർ ചിലപ്പം ഒരു ഗോൾഡൻ കളറുള്ള ഹെയർ ആയിരിക്കും വരയ്ക്കുന്നത്, ബ്ലാക്ക് തന്നെ ആവണമെന്നില്ല. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഫൗണ്ടൻ ഫിൽ ടൂൾ എടുത്തിട്ടാണ് നമ്മൾ അവിടെ കളർ ഫില്ല് ചെയ്യുന്നത്. പിന്നെ എന്താ റെൻഡർ ചെയ്യുക അല്ലേ? റെൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ക്രോക്കിയിലേക്ക് നമ്മളിപ്പം ഫാബ്രിക് റെൻഡറിങ് ചെയ്തു അല്ലേ, ഒരു കുഞ്ഞ് ഫാബ്രിക്കിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ നിങ്ങൾ എന്ത് ചെയ്തു, ഗാർമെൻറ്റിലേക്ക് വരച്ചു. അതായത് നിങ്ങൾ ഡിസൈൻ ചെയ്തൊരു ക്രോക്കിയിലെ ഗാർമെൻറ്റിലേക്ക് നിങ്ങൾ ഈ ഒരു കുഞ്ഞ് ഫാബ്രിക്കിലെ പ്രിൻ്റ് കൊണ്ടുവന്നു, റെൻഡർ ചെയ്തു അതിന്. അപ്പോൾ അതുപോലത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിയർ ആൻഡ് ഫ്രീ ഹാൻഡ് ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കും. എന്നിട്ടോ ഈ ടൂളിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അതായത് ഡ്രസ്സിലേക്ക് വേണ്ട നമ്മൾ പ്രിൻ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഡീറ്റെയിൽസൊക്കെ അതിലേക്ക് കൊണ്ടുവരും. റെൻഡറിങ് നിങ്ങൾക്ക് ഒരു ടോപ്പിക് ഉണ്ട് കേട്ടോ അടുത്തത്, കോറൽ ഡ്രോയിൽ റെൻഡറിങ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. ഇതിൻ്റെയൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. വീഡിയോസ് ഇടുന്നത് കാണാം, എല്ലാ വീഡിയോസും കാണാം. യൂട്യൂബിൽ നിങ്ങൾക്ക് അല്ലാതെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. കോറൽ ഡ്രോ, ഹൗ ടു ഡ്രോ ക്രോക്കി എന്നൊക്കെ ജസ്റ്റ് അടിച്ചു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടാവും, അപ്പോൾ അതെടുത്തിട്ട് നോക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞതാണിത് ഫ്രീ ഹാൻഡ് ടൂൾ. ഇത് ഫസ്റ്റ് നമ്മൾ ടൂൾസ് പറഞ്ഞപ്പം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ടൂളുകളുണ്ട്, അതിൻ്റെ പേരുകൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഏത് ടൂൾ ഏതിനാണോ ഉപയോഗിക്കുന്നത് അവരതിൻ്റെ ഫങ്ഷന് മനസ്സിലാക്കി വെക്കുക. തിയറി നോട്ട്സിൽ കൃത്യമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.